ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും യുദ്ധങ്ങളും. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അടയാളങ്ങളായി യുദ്ധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യുദ്ധങ്ങളും കലഹങ്ങളും ഭൂമിയിൽ വർദ്ധിച്ചു പെരുകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് സമീപിച്ചുവെന്ന് നാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു നടത്തിയ ഈ പ്രവചനം ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്, അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ ലക്ഷണങ്ങൾ കള്ളക്രിസ്തുക്കൾ പെരുകും. ഇത് മാത്രം പ്രസംഗിക്കാൻ 2 മണിക്കൂർ വേണം. ഇപ്പോൾ കള്ളക്രിസ്തുക്കൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ, രക്തസാക്ഷികൾ, കള്ളപ്രവാചകന്മാരുടെ വഞ്ചനകൾ, അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്നു, സ്നേഹം തണുത്തുപോകുന്നു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തീരാൻ പോകുന്നില്ല. ഹല്ലേലൂയ. തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നതിലൂടെ അവസാനം വരുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഈ അവസാനം മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 20 വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം ലോക അവസാനത്തോളം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യുഗ അവസാനം വരെ. ഹല്ലേലൂയ. ലോകം അവസാനം ഇല്ല. ഹല്ലേലൂയ. യുഗ അവസാനം വരെ ഉണ്ടാകാവുന്ന വിവിധ പ്രശ്നങ്ങളും അതിൽ കരുതിക്കൊള്ളേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് കർത്താവായ യേശുക്രിസ്തു വിശദീകരിച്ചത്. ഹല്ലേലൂയ. അല്ലാതെ ലോകത്തെയോ അതിലെ ജനങ്ങളെയോ ഹല്ലേലൂയ അവസാനിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. ഹല്ലേലൂയ. ലോകത്തിലെ ജനമെല്ലാം നശിച്ചു പോയാൽ യേശു വരുമ്പോൾ രൂപാന്തരപ്പെടുവാൻ മനുഷ്യർ വേണമല്ലോ. പലരും പലതും പ്രസംഗിക്കും. കള്ളപ്രവാചകന്മാരാണെങ്കിൽ പറയുമോ ലോകം ഇതാ അവസാനിക്കാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങളുടെ സ്വത്തുക്കളും പണങ്ങളും ആഭരണങ്ങളും സകലതും ഞങ്ങൾക്ക് തരുവിൻ. ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാരാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ വായിച്ച ദൈവവചനം, നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്, അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ. ഹല്ലേലൂയ. യുദ്ധങ്ങളും കലഹങ്ങളും ഹല്ലേലൂയ ഇന്ന് വർദ്ധിച്ചു പെരുകയാണ്. സിറിയയിലും ഈജിപ്തിലും ഇറാനിലും ഇറാഖിലും ഹല്ലേലൂയ പാകിസ്ഥാനിലും ഹല്ലേലൂയ അഫ്ഗാനിസ്ഥാനിലും ഹല്ലേലൂയ ഇന്ത്യയും ചൈനയും ഇന്ത്യയും പാകിസ്ഥാനുമായും യുദ്ധങ്ങൾ ഹല്ലേലൂയ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കലഹങ്ങൾ നിരവധി ഇപ്പോൾ ലോകത്തിൽ പല രാജ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ രാജ്യങ്ങൾ പിടിച്ചെടുക്കുവാനും മതത്തിൻ്റെ പേരിൽ ഹല്ലേലൂയ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഹല്ലേലൂയ യഹൂദന്മാരെയും ഹല്ലേലൂയ കോടിക്കണക്കിന് ഹല്ലേലൂയ ജനങ്ങളെ ഹല്ലേലൂയ വധിച്ചിട്ട് ഇപ്പോഴും ഹല്ലേലൂയ വധിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റ് ഭീകരരുടെ ഭീകര ആക്രമണങ്ങൾ ഈ ലോകത്തിൽ ഹല്ലേലൂയ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഇപ്പോൾ കലഹങ്ങൾ ഹല്ലേലൂയ കത്തിപ്പടരുകയാണ്. രാജ്യങ്ങൾ അണുവായുധങ്ങൾ കുന്നുകൂട്ടുകയാണ്. ഉപരോധങ്ങളെയും പ്രതിരോധങ്ങളെയും പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ സകലത്തെയും ഹല്ലേലൂയ പുല്ലുവില കൽപ്പിച്ചാണ് ഹല്ലേലൂയ ആണവ ആയുധങ്ങൾ ഹല്ലേലൂയ ഓരോരോ രാജ്യങ്ങളും ഹല്ലേലൂയ കൂട്ടി വച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ അണുവായുധങ്ങൾ ഹല്ലേലൂയ കുറയ്ക്കേണ്ടത് ഹല്ലേലൂയ അത്യാവശ്യമാണ്. ഹല്ലേലൂയ അതാണ് ഹല്ലേലൂയ ഇസ്രായേൽ ഹല്ലേലൂയ ഇറാനിനെതിരെ യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ അമിതമായ ആയുധ ശേഖരത്തെ നശിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഹല്ലേലൂയ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ ഇറാനിൽ ഹല്ലേലൂയ അത് സംഭവിക്കും. അതുകൊണ്ട് ഇറാന്റെ ആണവ ശേഷിയെ ശക്തിയെ നശിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഹല്ലേലൂയ ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തിന് അത് കഴിയും. അവരുടെ നിലനിൽപ്പിന് ഇത് അത്യാവശ്യം തന്നെയാണ്. ഹല്ലേലൂയ അതുകൊണ്ടാണ് ഹല്ലേലൂയ ബെഞ്ചമിൻ നെതന്യാഹു ഹല്ലേലൂയ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ അണുവായുധ ശേഖരങ്ങളെ ഞങ്ങൾ നശിപ്പിക്കും. ഹല്ലേലൂയ അടുത്തത് ഞങ്ങൾ പാകിസ്ഥാനിലും അണുവായുധ ശേഖരങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആ രാജ്യത്തിലെ പ്രധാനമന്ത്രിക്ക് ഹല്ലേലൂയ അത് കഴിയും. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ അണുവായുധങ്ങൾ ഹല്ലേലൂയ 100% ഹല്ലേലൂയ കുറച്ചാലും ഹല്ലേലൂയ ശേഷിക്കുന്നവരുടെ ശക്തി കൊണ്ട് ഹല്ലേലൂയ ലോക ജനതയെ മുഴുവനും ഉന്മൂലനാശം ചെയ്യുവാൻ കഴിയും. ബാക്കി വരുന്ന ഹല്ലേലൂയ 10% കൊണ്ടും ഹല്ലേലൂയ ലോക ജനതയെ നശിപ്പിക്കുവാൻ ആ അണുവായുധ ഹല്ലേലൂയ ശേഖരത്തിന് ആ ശക്തിക്ക് ഹല്ലേലൂയ കഴിയും എന്നാണ് ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ അണുവായുധങ്ങളെ നശിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മാരക പ്രകരശേഷിയുള്ള ഹല്ലേലൂയ അണുവായുധങ്ങളെ നിർവീര്യം ചെയ്യണം. അതുകൊണ്ടാണ് യുദ്ധങ്ങൾ ഉണ്ടാകുവാനുള്ള ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ പ്രവചനത്തിന്റെ ഹല്ലേലൂയ പ്രസക്തി പുനരാഗമനത്തിന്റെ അടയാളമാകുന്നു. ഹല്ലേലൂയ പുനരാഗമനത്തിൻ്റെ അടയാളമാണ് ഹല്ലേലൂയ യുദ്ധങ്ങൾ. ഹല്ലേലൂയ ഈ യുദ്ധങ്ങൾ ഹല്ലേലൂയ കടന്നു വരുന്നത് ഹല്ലേലൂയ യേശുക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ പുനരാഗമനത്തിൻ്റെ ഹല്ലേലൂയ അടയാളം തന്നെയാണ്. അത് സത്യം തന്നെയാണ്. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഹല്ലേലൂയ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സത്യവേദ പുസ്തകം അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഹല്ലേലൂയ ലക്ഷണങ്ങളാണ് ഇന്നത്തെ കലാപങ്ങളും യുദ്ധങ്ങളും. ഹല്ലേലൂയ ഈ വാർത്തകൾ ഹല്ലേലൂയ നമ്മൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഹല്ലേലൂയ ഞെട്ടിപ്പോകരുത്. ഹല്ലേലൂയ യേശുവിന്റെ വരവ് സമീപിച്ചുവെന്നറിഞ്ഞ് ഉണർന്നിരിക്കണം. ഹല്ലേലൂയ നമ്മൾ ഉണർന്നുകൊള്ളണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.
ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.